ഹായ് ഹലോ വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ വ്യതിയാനവും എന്ന ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ കാലാവസ്ഥാ റീജിയൻ ആയിട്ടുള്ള ടണ്ട്ര മേഖലയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ഓൾ ഓഫ് യു ടു ദിസ് ക്ലാസ്. ആൻഡ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് 7 കാലാവസ്ഥാ മേഖലകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലെ. ഇന്ന് നമ്മൾ 8ാമത്തെയും ആൻഡ് ഫൈനൽ കാലാവസ്ഥാ മേഖലയായിട്ടുള്ള ക്ലൈമാറ്റിക് റീജിയൻ ആയിട്ടുള്ള ടണ്ട്ര മേഖലയെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് എന്താണ് ടണ്ട്ര റീജിയൻ, എന്തൊക്കെയാണ് അതിന്റെ ഒരു പ്രത്യേകതകൾ, എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ നമുക്ക് ഇന്ന് നോക്കാം. സോ ടണ്ട്ര റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടണ്ട്ര റീജിയൻ ഇസ് എൻ എക്സ്ട്രീംലി കോൾഡ് റീജിയൻ അല്ലെ. വളരെ കോൾഡ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്, which is located north of the Arctic Circle in Alaska. North of the Arctic Circle. അലാസ്കയ്ക്ക് എന്താണ് നോർത്തിലായിട്ടുള്ള അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡിനൊക്കെ നോർത്ത് ആയിട്ടുള്ള ആർട്ടിക് സർക്കിളിൽ ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വളരെ കോൾഡസ്റ്റ് ആയിട്ടുള്ള, എക്സ്ട്രീം കോൾഡ് അനുഭവപ്പെടുന്ന, അതിശൈത്യം അനുഭവപ്പെടുന്ന, കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് ടണ്ട്ര റീജിയൻ എന്ന് അറിയപ്പെടുന്നത്. സോ നമ്മൾ എന്ത് മനസ്സിലാക്കണം? വിച്ച് ഇസ് ദിസ് ടണ്ട്ര റീജിയൻ ഇസ് എൻ എക്സ്ട്രീംലി കോൾഡ് region which is located north of the Arctic Circle in Alaska, Canada, Greenland, and the Arctic coast of the Europe and Asia. അവിടെ മാത്രമല്ല, എവിടെയും കൂടി ഉണ്ട് ആർട്ടിക് കോസ്റ്റ് ഓഫ് ദി യൂറോപ്പ് ആൻഡ് ഏഷ്യ. യൂറോപ്പിലെയും ഏഷ്യയുടെയും ആർട്ടിക് കോസ്റ്റിൽ കൂടി ഇത് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഇത് സ്ഥിതി ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. സോ അതാണ് ടണ്ട്ര റീജിയന്റെ ഒരു ലൊക്കേഷനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി എന്താണ് അവിടുത്തെ കാലാവസ്ഥയുടെ സവിശേഷതകൾ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രീം കോൾഡ് ആണ്. സോ എന്തായാലും എന്തായിരിക്കും, -°C ആയിരിക്കും അവിടെ ടെമ്പറേച്ചർ ഉണ്ടാവുക. ദ വിന്റർ ടെമ്പറേച്ചേഴ്സ് റേഞ്ചസ് ഫ്രം -25°C ടു -40°C. അതായത് -25 മുതൽ -40°C വരെ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ ഐ തിങ്ക് നമ്മൾ ടൈഗ മേഖലയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, -°C ആണ് അവിടുത്തെ വിന്ററിലെ കാലാവസ്ഥ അല്ലെ. പക്ഷെ അതിനേക്കാളും കൊടും തണുപ്പാണ് എവിടെയുള്ളത്, ഈ പറഞ്ഞ ടണ്ട്ര റീജിയനിലെ വിന്ററിലെ കാലാവസ്ഥ, ശൈത്യമേഖലയിലെ കാലാവസ്ഥ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആൻഡ് ദ സമ്മർ ടെമ്പറേച്ചേഴ്സ് റൈസ് അപ് ടു മാക്സിമം ഓഫ് 10°C. അതായത് സമ്മർ ടെമ്പറേച്ചർ ആണെങ്കിലോ 10°C മുകളിലോട്ട് അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ, മുകളിലേക്ക് പോവുകയില്ല. ആ സമ്മർ ടെമ്പറേച്ചർ വിച്ച് ഇസ് റൈസ് അപ് ടു ദ മാക്സിമം ഓഫ് 10°C. വേനൽക്കാലത്ത് 10°C മുകളിലേക്ക് എന്ത് ചെയ്യില്ല, ഈ താപനില പോകില്ല എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് precipitation mainly occurs as snowfall. നമ്മൾ നേരത്തെ റെയിൻഫോൾ ആണ് മറ്റ് പല മേഖലകളിലും പ്രസിപ്പിറ്റേഷന്റെ മേജർ ഫോം ആയിട്ട് പറഞ്ഞതെങ്കിൽ ഇവിടെ മേജർ ഫോം ഏതാണ്, മേജർ ഫോം ഓഫ് പ്രസിപ്പിറ്റേഷൻ ഏതാണ്, വർഷണം ഏതാണ്, വർഷണത്തിന്റെ പ്രധാനപ്പെട്ട രൂപം ഏതാണ്? അത് സ്നോഫോൾ ആണ്, മഞ്ഞുവീഴ്ചയാണ് കേട്ടോ. സ്നോഫോൾ ആണ് അല്ലെങ്കിൽ മഞ്ഞുവീഴ്ചയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിപ്പിറ്റേഷൻ ഫോം എന്ന് പറയപ്പെടുന്നത്. സോ ഇത്രയും വളരെ എക്സ്ട്രീം തണുപ്പുള്ള റീജിയൻ ആണ് എന്ന് നമ്മൾ ഓർത്തു വെക്കുക. ഹാർഷ് ക്ലൈമറ്റ് അല്ലെ, ഹാർഷ് ക്ലൈമറ്റ് അലോസ് ഓൺലി ലിമിറ്റഡ് പ്ലാന്റ് ഗ്രോത്ത്. അതുകൊണ്ട് തന്നെ വെജിറ്റേഷൻ വളരെ ഡാർക്ക് ആയിരിക്കും, വെജിറ്റേഷന്റെ അവസ്ഥ ഒക്കെ വളരെ ഡാർക്ക് ആയിരിക്കും. അതായത് എന്താണ്, വളരെ ചുരുങ്ങിയ പ്ലാന്റുകൾ മാത്രം അല്ലെ, വളരെ ചുരുങ്ങിയ പ്ലാന്റുകൾ മാത്രമേ എന്ത് കാണുന്നുള്ളൂ ഇവിടെ. നമുക്ക് ഈ ഹാർഷ് ക്ലൈമറ്റിനെ അതിജീവിച്ച് ഇവിടെ വളരുന്നുള്ളൂ. സോ plants grow only during the short summer season. അവിടുത്തെ ഷോർട്ട് ആയിട്ടുള്ള സമ്മർ സീസണിൽ മാത്രം അല്ലെ, ഈ 10°C വരെയൊക്കെ താപനില കിട്ടുന്ന ആ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു പീരീഡ് ഉണ്ടല്ലോ, വേനൽക്കാലം ഉണ്ടല്ലോ, ആ വേനൽക്കാലത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കുറച്ചെങ്കിലും സസ്യജാലങ്ങൾ എന്ത് ചെയ്യുന്നത്, വളരുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് കോമൺ വെജിറ്റേഷൻ ഇൻക്ലൂഡ്സ് ഷോർട്ട് shrubs. ഓക്കെ, അവിടുത്തെ ഇനി അവിടെയുള്ള ഈ ഒരു ഷോർട്ട് സമ്മറിലെ വെജിറ്റേഷൻസ് എന്തൊക്കെയാണ്? അതൊന്ന് ഷോർട്ട് shrubs ആണ്, വളരെ ചെറിയ
കുറ്റിച്ചെടികളാണ്, ചെറിയ കുറ്റിച്ചെടികളാണ്. ആൻഡ് മോസസ് അവിടുത്തെ പായലുകൾ, ആൽഗകൾ, അങ്ങനത്തെ സാധനങ്ങളാണ്. ആൻഡ് ലൈക്കൻസ് അതായത് പായലുകൾ പോലെ തന്നെയുള്ള മറ്റൊരു ഫോം ഓഫ് വെജിറ്റേഷൻ ആണ് ലൈക്കൺ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ്, ഇങ്ങനത്തെ ചെറിയ ചെറിയ വെജിറ്റേഷൻസ് ആണ് എവിടെയുള്ളത്, അവിടെ കാണപ്പെടുന്നത് എന്നുള്ളത് കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓർത്തു വെക്കണം. ഓക്കെ, അപ്പോ വളരെ തണുപ്പായത് കൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള, വളരെ സ്പാർസ് ആയിട്ടുള്ള എന്താണ് വെജിറ്റേഷൻ മാത്രമേ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുള്ളൂ എന്ന് നമ്മൾ ഓർത്തു വെക്കണം. ദ നേറ്റീവ് പീപ്പിൾ ലൈക്ക് ദ എസ്റ്റിമോസ് ഓഫ് ലപ്പാസ്, അവിടെ എന്താണ് ചില നേറ്റീവ് പീപ്പിൾസ് ഒക്കെ ഉണ്ട്, ആളുകളൊക്കെ അവിടെ ജീവിക്കുന്നുണ്ട്, വിച്ച് ആർ കോൾഡ് എസ്കിമോസും ലാപ്പാസും ഒക്കെ അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ വിവിധ ട്രൈബ്സ് ആണ്. ആൻഡ് ലീഡ് എ സെമി നൊമാഡിക് ലൈഫ്, ഒരു സെമി നൊമാഡിക് ലൈഫാണ് അല്ലെ. അതായത് എന്താ പറയാ, ഇങ്ങനെ ഒരു നാടോടി ജീവിതമാണ്, ഒരു അർദ്ധ നാടോടി ജീവിതമാണ് അവർ നയിക്കുന്നത് എന്നുകൂടെ. അതായത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നത് അല്ലെ, ഈ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അനുസരിച്ച് അവരിങ്ങനെ നാടിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന നാടോടികളായി ജീവിക്കുന്ന ആളുകളാണ് അവിടുത്തെ എസ്കിമോസ് എന്ന് അറിയപ്പെടുന്ന, ലാപ്പാസ് എന്നൊക്കെ അറിയപ്പെടുന്ന വിവിധ വിഭാഗം മനുഷ്യർ എന്നുള്ളത് കൂടി നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. And the next point, the region has minimal human activity due to extreme conditions. അതായത് വളരെ മിനിമലായ ഹ്യൂമൻ ആക്ടിവിറ്റി മാത്രമേ എവിടെയുള്ളൂ, ഈ പറഞ്ഞ ടൻഡ്ര റീജിയനിലുള്ളൂ, ബിക്കോസ് ഓഫ് ദി വെരി ഹാർഷ് ആൻഡ് കോൾഡ് ക്ലൈമറ്റ്. ഓക്കെ, വെരി ഹാർഷ് ആൻഡ് വളരെ കഠിനമായ തണുപ്പേറിയ കാലാവസ്ഥ കാരണം അവിടെ വളരെ മിനിമലായ ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ ജീവിക്കുന്നുള്ളൂ. നമ്മൾ നേരത്തെ ഹോട്ട് ഡെസേർട്ടിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കേട്ടോ, ഇവിടെ ടൻഡ്ര റീജിയനിൽ അതികഠിനമായ തണുപ്പ് കാരണം അവിടെ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ജീവിക്കുന്നുള്ളൂ. ആൻഡ് സയന്റിസ്റ്റ് ആൻഡ് എക്സ്പ്ലോറേഴ്സ് സ്റ്റഡി ദി ആർട്ടിക് ഫോർ ഫ്യൂച്ചർ പോസിബിലിറ്റീസ് ഫോർ മാൻകൈൻഡ്. ഇപ്പൊ എന്താണ് അവിടെ മാൻകൈൻഡിന് എങ്ങനെ, നമ്മുടെ മനുഷ്യരുടെ ഭാവിക്ക് വേണ്ടി അതെങ്ങനെ ഉപയോഗപ്പെടുത്താം, അതെങ്ങനെ മാറ്റം ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി സയന്റിസ്റ്റുകളും അതുപോലെ തന്നെ നമ്മളുടെ എക്സ്പ്ലോറേഴ്സും ഒക്കെ അല്ലെ, അങ്ങനത്തെ ആളുകളും ഒക്കെ എന്ത് ചെയ്യുന്നു, അവിടെ പഠനം നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ശാസ്ത്രീയമായ പഠനങ്ങൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. സോ ഇതാണ് നമുക്ക് ടൻഡ്രയെ കുറിച്ച് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് കേട്ടോ. ടൻഡ്ര മേഖലയെ കുറിച്ച് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത്. സോ നമ്മളിപ്പോ 8 ക്ലൈമാറ്റിക് റീജിയൻസും അങ്ങനെ ഫൈനലി നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. സോ 8 ക്ലൈമാറ്റിക് റീജിയൻസ് നമ്മൾ പറഞ്ഞു. നമുക്കത് പെട്ടെന്നൊന്ന് അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഒന്ന് സമ്മപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞത് 8 ക്ലൈമാറ്റിക് റീജിയൻസിനെ കുറിച്ചാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ദി ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഞാനിവിടെ ക്ലൈമാറ്റിക് റീജിയൻ ഷോർട്ട് ആയിട്ട് CR എന്നാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. CR കംപ്ലീറ്റ് ചെയ്യുന്നതിന് പകരം CR എന്നാണ് യൂസ് ചെയ്യുന്നത്, സോറി. ആൻഡ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഭൂമധ്യരേഖക്ക് ഇക്വേറ്ററിന് 10 ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഉത്തരാർദ്ധഗോളത്തിലേക്കും ദക്ഷിണാർദ്ധഗോളത്തിലേക്കും, നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കും സദേൺ ഹെമിസ്ഫിയറിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു മേഖലയാണ് എന്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, അല്ലെങ്കിൽ എന്താണ് ഭൂമധ്യരേഖ അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഭൂമധ്യ രേഖ കാലാവസ്ഥാ മേഖല. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല, അതായത് ഇത് എവിടെയാണ്, 10 ഡിഗ്രി ആണ് ഫ്രം ഇക്വേറ്റർ അല്ലെ. ഇക്വേറ്ററിൽ നിന്ന് 10 ഡിഗ്രി വ്യാപിച്ച് കിടക്കുന്ന കാലാവസ്ഥാ മേഖലയാണ് ഏത്, ഈ പറഞ്ഞ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ പ്രത്യേകത എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോങ് ആയിട്ടുള്ള സമ്മേഴ്സ് ആണ് അല്ലെ. ലോങ് ആയിട്ടുള്ള സമ്മേഴ്സ് ആണ്, ഷോർട്ട് ആയിട്ടുള്ള വിന്റേഴ്സ് ആണ് ഇവിടെ കാണുന്നത് അല്ലെ. ലോങ് ആയിട്ടുള്ള സമ്മേഴ്സും ഷോർട്ട് ആയിട്ടുള്ള വിന്റേഴ്സുമാണ് നമ്മൾ ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് അല്ലെ. ലോങ് ആയിട്ടുള്ള സമ്മേഴ്സും
ഷോർട്ട് ആയിട്ടുള്ള വിൻഡേഴ്സുമാണ് നമ്മളിവിടെ നമ്മളിവിടെ കാണുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ സൂര്യൻ ലംബമായി പതിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? സൂര്യൻ ലംബമായി പതിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ഇത്രയും അധികം കഠിനമായ ചൂടൊക്കെ അവിടെ അനുഭവപ്പെടുന്നത് പോലെ തന്നെ അവിടെ എന്താണ്? അവിടെ സംവഹന വൃഷ്ടിയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. സംവഹന വൃഷ്ടിയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓർത്തു വെക്കണം അല്ലെ. അതായത് ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത് ലോങ് ആൻഡ് ഹ്യൂമിഡ് അല്ലെ. ലോങ് ആയിട്ടുള്ള ഹ്യൂമിഡ് ആയിട്ടുള്ള സമ്മർ ആൻഡ് ഷോർട്ട് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള വിന്റർ അല്ലെ. ലോങ് ആൻഡ് ഹ്യൂമിഡ് ആയിട്ടുള്ള സമ്മർ ആണ്, ഷോർട്ട് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള വിന്റർ ആണ് നമ്മൾ എവിടെ കാണുന്നത്? നമ്മൾ ഈ പറഞ്ഞ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ കാണുന്നത് നിങ്ങൾ ഓർത്തു വെക്കണം. മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് കൺവെക്ഷണൽ റെയിൻഫോൾ ആണ് അല്ലെ. കൺവെക്ഷണൽ റെയിൻഫോൾ അതായത് സംവഹന മഴയാണ് അല്ലെ. സംവഹന മഴയാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. എല്ലാ ദിവസവും ആഫ്റ്റർനൂണാണ് നമുക്ക് പലപ്പോഴും മഴ ലഭിക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. അവിടുത്തെ ആളുകൾ കൃഷി ചെയ്യാറുണ്ട് അല്ലെ. കൃഷിയാണ് പ്രധാനപ്പെട്ട ആളുകളുടെ ഉപജീവന മാർഗങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് കൃഷി തന്നെയാണ് അല്ലെ. അഗ്രികൾച്ചറൽ തന്നെയാണ് അവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട അല്ലെ. അതായത് കൃഷി തന്നെയാണ് അവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഇനി രണ്ടാമത്തെ മേഖലയിലേക്ക് പോയാലോ? രണ്ടാമത്തെ മേഖല ഏതാണ്? രണ്ടാമത്തെ മേഖല ഏതാണ്? രണ്ടാമത്തെ മേഖലയാണ് മൺസൂൺ കാലാവസ്ഥാ മേഖല അല്ലെ. മൺസൂൺ കാലാവസ്ഥാ മേഖല അല്ലെ. മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. മൺസൂൺ ക്ലൈമാറ്റിക് റീജിയന്റെ പ്രത്യേകത എന്താണ്? ഇത് മൺസൂൺ കാറ്റുകൾ അല്ലെ. മൺസൂൺ വിൻസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മൺസൂൺ വിൻസിന് അനുസരിച്ച് രൂപപ്പെട്ടു വന്നിട്ടുള്ള എന്താണ്? മൺസൂൺ വിൻസിനെ ഇൻഫ്ലുവൻസ് കൊണ്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു ക്ലൈമാറ്റിക് റീജിയൻ ആണ് എന്ത്? മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ അല്ലെ. മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? ഇവിടെ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? ഹ്യൂമിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആയിട്ടുള്ള എന്താണ്? ഇവിടെ നമുക്ക് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആയിട്ടുള്ള സമ്മർ ആണ് അല്ലെ. വേനൽക്കാലമാണ് അല്ലെ. വേനൽക്കാലമാണ്. ആൻഡ് ഇതെന്താണ്? നമ്മളുടെ വിന്റർ എങ്ങനെയാണ്? ശൈത്യകാലം എങ്ങനെയാണ്? നേരെ തിരിച്ച് എന്താണ്? വളരെ കോൾഡ് ആയിട്ടുള്ള ആൻഡ് വളരെ എന്താ പറയാ ഡ്രൈ ആയിട്ടുള്ള എന്താണ്? വിന്റർ ആണ് അല്ലെ. വളരെ കോൾഡ് ആയിട്ടുള്ള വളരെ ഡ്രൈ ആയിട്ടുള്ള വിന്റർ ആണ് അല്ലെ. ആൻഡ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണ്? ഇവിടെ ഭയങ്കര ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ് അല്ലെ. വളരെ ഡെൻസ് ആയിട്ട് പോപ്പുലേറ്റഡ് ആണ്. ആൻഡ് ഇവിടുത്തെ ആളുകളുടെ ജീവിത രീതി എന്താണ്? പ്രധാനപ്പെട്ടത് എന്താണ്? അഗ്രികൾച്ചർ തന്നെയാണ് അല്ലെ. അല്ലെങ്കിൽ കൃഷി തന്നെയാണ് അല്ലെ. കൃഷിക്ക് വളരെയധികം അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഏത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഈ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ അല്ലെ. മൺസൂൺ കാലാവസ്ഥ മേഖല എന്നുള്ളത്. സോ ഈ രണ്ട് ക്ലൈമാറ്റിക് റീജിയൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ ക്ലൈമാറ്റിക് റീജിയനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്ലൈമാറ്റിക് റീജിയൻ ഏതാണ്? ദ തേർഡ് ക്ലൈമാറ്റിക് റീജിയൻ അതെന്താണ്? അത് സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ ആണ് അല്ലെ. സാവന്ന കാലാവസ്ഥാ മേഖല അല്ലെ. സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ. സാവന്ന കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകത എന്താണ്? നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. സാവന്ന കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകത നമ്മൾ
ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് എന്താണ്, സവന്നാസ് ആർ ദി ഈ ട്രോപ്പിക്കൽ ആയിട്ടുള്ള പുൽമേടുകളാണ് അല്ലെ, ട്രോപ്പിക്കൽ പുൽമേടുകൾ തന്നെയാണ്. ആൻഡ് വിച്ച് is located under 10 degree to 13 degree and both in latitudes in the both hemispheres അല്ലെ. രണ്ട് ഹെമിസ്ഫിയേഴ്സിലുമായിട്ടും 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് ഈ പറഞ്ഞ സാവന്ന കാലാവസ്ഥാ മേഖലകൾ. ആണ് ഇതെന്താണ്, ഇതൊരു മിതോഷ്ണ അല്ലെ, ഒരു ഉഷ്ണ എന്താണ് പുൽമേടുകളാണ്, ഉഷ്ണ പുൽമേടുകളാണ് ഈ പറഞ്ഞ സാവന്ന കാലാവസ്ഥാ മേഖല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലയിടങ്ങളിലായി പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അതുപോലെ തന്നെയാണ് എന്ത്, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് സമ്മർ ആണ്. കൂൾ ആൻഡ് ഡ്രൈ എന്താണ്, കൂൾ ആൻഡ് ഡ്രൈ ഈ പറഞ്ഞ പോലെ തന്നെ വിന്റർ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെ. സോ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അതുപോലെ തന്നെയാണ് നമ്മൾ അന്ന് പറഞ്ഞത് സസ്യജാലങ്ങളെ പറ്റി, നമ്മൾ ഹാബിറ്റേഷനെ പറ്റിയൊക്കെ നമ്മളന്ന് പറഞ്ഞിരുന്നു അല്ലെ, നമ്മളന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സാവന്ന കാലാവസ്ഥാ മേഖലയെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് ഇതൊക്കെ തന്നെയാണ്. 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ ബോത്ത് ഹെമിസ്ഫിയേഴ്സിലായി അല്ലെ, ബോത്ത് ഹെമിസ്ഫിയേഴ്സിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു ഉഷ്ണമേഖല പുൽമേടുകളാണ് അല്ലെ. ഉഷ്ണമേഖല പുൽമേടുകളാണ് അല്ലെ, പുൽമേടുകളാണ്. അല്ലെങ്കിൽ ട്രോപ്പിക്കൽ എന്താണ്, ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് ആണ് കേട്ടോ. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് ആണ് എന്ത്, ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് ആണ് എന്ത്, ഈ പറഞ്ഞ സാവന്ന കാലാവസ്ഥ ക്ലൈമാറ്റിക് റീജൻ, കാലാവസ്ഥാ മേഖല അല്ലെങ്കിൽ ക്ലൈമാറ്റിക് റീജൻ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് സമ്മർ ആണ്. ആൻഡ് എന്താണ്, അതായത് വേനൽക്കാലം എന്താണ്, വളരെ ഹോട്ടും ഹ്യൂമിഡുമാണ്. അതുപോലെ തന്നെ എന്താണ്, കൂൾ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള എന്താണ്, വിന്റർ അല്ലെ, വിന്റർ അല്ലെങ്കിൽ ശൈത്യകാലമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ആൻഡ് ഇവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട ജീവിത അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കൃഷി അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഇതെന്താണ്, നമ്മളുടെ ഒരു ജീവിത രീതി എന്താണ്, തീർച്ചയായിട്ടും അത് കുറച്ചൊക്കെ എന്താണ് ഈ പറഞ്ഞ പോലെ ഒരു ഡ്രൈ കൾട്ടിവേഷൻ നടക്കുന്നുണ്ട്. ആൻഡ് ഡ്രൈ കൾട്ടിവേഷന് പുറമെ ആയിട്ട് എന്തുകൂടി നടക്കുന്നുണ്ട്, വരണ്ട കൃഷി രീതി നടക്കുന്നുണ്ട്. ആൻഡ് അതിന് പുറമെ ആയിട്ട് എന്തുകൂടി നടക്കുന്നുണ്ട്, അതിന് പുറമെ ആയിട്ട് നടക്കുന്നത് എന്താണ്, ആനിമൽ ഹസ്ബൻഡറി ആണ് അല്ലെ, ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ ആണെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി ആണ്, അല്ലെങ്കിൽ ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ ആണ്, മൃഗസംരക്ഷണമാണ് അല്ലെ, അല്ലെങ്കിൽ മൃഗസംരക്ഷണമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലെ. സോ ഇങ്ങനത്തെ പ്രവർത്തനങ്ങളാണ് എവിടെ നടക്കുന്നത്, ഈ പറഞ്ഞ സാവന്ന ക്ലൈമാറ്റിക് റീജിയനിൽ നടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല എന്നുള്ളത് കേട്ടോ. മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മേഖല. This is the fourth one അല്ലെ, നാലാമത്തെ മേഖലയാണ് മെഡിറ്ററേനിയൻ അല്ലെ, മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ. മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയന്റെ പ്രത്യേകത എന്താണ്, ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഇത് 2 ഹെമിസ്ഫിയേഴ്സിലുമായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് അല്ലെ. 2 ഹെമിസ്ഫിയേഴ്സിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന മെഡിറ്ററേനിയൻ സീക്ക്
അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഏതാണ്ട് ഒരു 30 ഡിഗ്രി മുതൽ ഒരു 50 ഡിഗ്രി വരെ, ഒരു 55 ഡിഗ്രി വരെയൊക്കെ സ്ഥിതി ചെയ്യുന്ന, ബോത്ത് ഹെമിസ്ഫിയേഴ്സിലായി സ്ഥിതി ചെയ്യുന്ന ഒരു കാലാവസ്ഥാ മേഖലയാണ് ഏത്? നമ്മൾ നേരത്തെ പറഞ്ഞ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല. മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല. നമുക്ക് അതിന്റെ മാപ്പ് ഒന്ന് നോക്കിയാൽ തന്നെ കാര്യങ്ങൾ ക്ലിയർ ആവും. ആൻഡ് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയുടെ മാപ്പ് എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയുടെ മാപ്പാണ് ഇവിടെയുള്ളത്. അതായത് മെഡിറ്ററേനിയൻ സീക്ക് ചുറ്റുമായിട്ട് അതിന് കുറച്ചപ്പുറത്തൊക്കെ ആയിട്ട് എന്താണ് സ്ഥിതി ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ തന്നെ ഏതാണ്ടൊരു 30 ഡിഗ്രിക്കും ഒരു 45-നും 50-നും ഒക്കെ ഇടയിലായി സ്ഥിതി ചെയ്യുന്ന എന്താണ് രണ്ട് ഹെമിസ്ഫിയേഴ്സിലുമായി സ്ഥിതി ചെയ്യുന്ന ഒരു കാലാവസ്ഥാ മേഖലയാണ് എന്ത്? ഈ പറഞ്ഞ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാല് വളരെയധികം എന്താണ് ഹോട്ട് ആയിട്ടുള്ള സമ്മർ അല്ലെ, വളരെയധികം ഹോട്ട് ആയിട്ടുള്ള സമ്മർ ആയിരിക്കും. ഓക്കെ, ഹോട്ട് ആയിട്ടുള്ള സമ്മർ ആയിരിക്കും. അതുപോലെ തന്നെ ഹ്യൂമിഡ് ആയിട്ടുള്ള എന്തായിരിക്കും? വിന്ററും ആയിരിക്കും. ഓക്കെ, ഹോട്ട് ആയിട്ടുള്ള സമ്മർ ആയിരിക്കും, ഹ്യൂമിഡ് ആയിട്ടുള്ള വിന്ററും ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഇവിടുത്തെ ഒരു ആളുകളുടെ അത്യാവശ്യം ആളുകളൊക്കെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് അല്ലെ, അത്യാവശ്യം ആളുകളൊക്കെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പറഞ്ഞ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ച് ഇവിടുത്തെ ആളുകൾ എന്താണ് അഗ്രികൾച്ചർ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട തൊഴിലാണ് അഗ്രികൾച്ചർ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് കൃഷിയോടൊപ്പം തന്നെ ആനിമൽ ഹസ്ബൻഡറിയും പ്രധാനപ്പെട്ട ഒരു തൊഴിലായിട്ട് ആളുകള് നോക്കുന്നുണ്ട് അല്ലെ. അതായത് കൃഷിയും ആനിമൽ ഹസ്ബൻഡറിയും തന്നെയാണ് ഈ ഒരു മേഖലയിലെയും പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത്. കൃഷിക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ക്ലൈമറ്റ് എന്താണ്, കൃഷിക്ക് നല്ല അനുയോജ്യമായ ക്ലൈമറ്റ് ആണ് പലപ്പോഴും എവിടെയുള്ളത്, ഈ പറഞ്ഞ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയിൽ ഉള്ളത് എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി മറ്റൊരു മേഖലയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാല് ദ ഫിഫ്ത്ത് വൺ അല്ലെ, അഞ്ചാമത്തെ ഏതാണ്? ഹോട്ട് ഡെസേർട്ട് ആണ് അല്ലെ. ഹോട്ട് ഡെസേർട്ട് അല്ലെങ്കിൽ ഉഷ്ണ മരുഭൂമികൾ അല്ലെ, ഉഷ്ണ മരുഭൂമികളാണ് അല്ലെ. ഉഷ്ണ മരുഭൂമികളാണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉഷ്ണ മരുഭൂമികളുടെ പ്രത്യേകത എന്താണ്? അതെപ്പോഴും പടിഞ്ഞാറിലെ വെസ്റ്റേൺ മാർജിൻസിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ. വെസ്റ്റേൺ മാർജിൻസ് ഓഫ് ദ കോണ്ടിനെന്റ്സിലാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഭയങ്കര അല്ലെ ഹൈ ടെമ്പറേച്ചർ ആണ് അല്ലെ. ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചർ അല്ലെ, ഹൈ ടെമ്പറേച്ചർ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അല്ലെ. ഹൈ ടെമ്പറേച്ചർ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ഹൈ ടെമ്പറേച്ചർ ആണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ എന്താണ് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഒയാസിസ് ഉണ്ട്, അവിടെയാണ് ഹ്യൂമൻ ഹാബിറ്റേഷൻ ഉള്ളത് അല്ലെ. ഇവിടെ ഒരു ഒയാസിസ് അല്ലെങ്കിൽ മരുപ്പച്ചകളുണ്ട് അല്ലെ, മരുപ്പച്ചകളുണ്ട്, അവിടെയാണ് നമുക്കൊരു ഹ്യൂമൻ ഹാബിറ്റേഷൻ കാണാൻ പറ്റുന്നത്. ആൻഡ് അവിടുത്തെ മനുഷ്യർ അല്ലെ, അവിടുത്തെ ചില ട്രൈബ്സ് ഒക്കെ ഉണ്ട്. ആ ട്രൈബ്സ് ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അവിടുത്തെ ട്രൈബ്സ് ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ആനിമൽ ഹസ്ബൻഡറി തന്നെയാണ് അവർ നോക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ചെറിയ ചില കൾട്ടിവേഷൻ അല്ലെ, ചെറിയ ചില കൃഷികൾ കൂടി, കൃഷിയൊന്നും പറയാൻ പറ്റില്ല, അത്ര എക്സ്റ്റെൻസീവ് ആയിരിക്കില്ല, എന്നാൽ പോലും ചെറിയ കൾട്ടിവേഷൻസ്, ചില ഫാമിംഗ് മെത്തേഡ്സ് അവരവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതാണ് എന്താണ് ഹോട്ട് ഡെസേർട്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ആൻഡ് ദ സിക്സ്ത് വൺ, ആറാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത് ഏതാണ്? ആറാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന പോലെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് എന്നറിയപ്പെടുന്ന അല്ലെ. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് അല്ലെ, ഗ്രാസ് ലാൻഡ്സ് അല്ലെങ്കിൽ മിതോഷ്ണ പുൽമേട് അല്ലെ, മിതോഷ്ണ പുൽമേട് എന്ന് അറിയപ്പെടുന്ന, നമ്മള് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒന്ന് തന്നെയാണ് അല്ലെ. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒന്ന് തന്നെയാണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് അല്ലെങ്കിൽ മിതോഷ്ണ പുൽമേടുകൾ അല്ലെ. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് അല്ലെങ്കിൽ മിതോഷ്ണ പുൽമേടുകൾ എന്നുള്ളത് അല്ലെ.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് അല്ലെങ്കിൽ മിതോഷ്ണ പുൽമേടുകൾ. സോ ഈ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സിന്റെ പ്രത്യേകത എന്താണ്? ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 55 ഡിഗ്രിക്കും ഒരു 70 ഡിഗ്രിക്കും ഒക്കെ ഇടയിലായിട്ട് അല്ലെ കാണപ്പെടുന്ന ഒരു മേഖലയാണ് ഈ പറഞ്ഞ എന്താണ് ഇന്നർ റീജിയൻസിലായിട്ട് കാണപ്പെടുന്ന അല്ലെ ഇന്നർ റീജിയൻസിലായിട്ട് കാണപ്പെടുന്ന ഒരു മേഖലയാണ് എന്ത്? മിതോഷ്ണ പുൽമേടുകൾ എന്നുള്ളത് അല്ലെ. കോണ്ടിനെന്റ്സിന്റെ ഉൾഭാഗങ്ങൾ നമ്മൾ സ്റ്റെപ്പിസിനൊക്കെ പറ്റി പറഞ്ഞില്ലേ. അപ്പൊ ഈ ഉൾഭാഗങ്ങളിലായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് എന്ത്? ഈ മിതോഷ്ണ പുൽമേടുകൾ എന്ന് പറഞ്ഞത് അല്ലെ. അതുപോലെ തന്നെ ഇത് പല നാടുകളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് അല്ലെ. നമ്മള് പ്രൈറീസിനെ പറ്റി പറഞ്ഞു, നമ്മള് സ്റ്റെപ്പിസിനെ പറ്റി പറഞ്ഞു, നമ്മൾ അങ്ങനെ ഡിഫറെന്റ് മേഖലകളെ പറ്റി പറഞ്ഞു അല്ലെ. അപ്പൊ മിതോഷ്ണ പുൽമേടുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഓർത്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഓർത്ത് വെക്കുന്നത് അതിന്റെ മാപ്പിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. മിതോഷ്ണ പുൽമേടുകൾ എന്ന് പറയുമ്പോൾ ഇതാണ് മിതോഷ്ണ പുൽമേട്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഇന്നർ റീജിയൻസിലായിട്ട് കാണപ്പെടുന്ന ഒരു മേഖലയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഷോർട്ട് സമ്മറും ലോങ് വിന്ററുമാണ് കാണപ്പെടുന്നത് അല്ലെ. ഷോർട്ട് സമ്മറും ലോങ് വിന്ററുമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇവിടെ കാണപ്പെടുന്നത് അല്ലെ. ഷോർട്ട് സമ്മറും ലോങ് വിന്ററുമാണ് ഇവിടെ കാണപ്പെടുന്നത് എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓർത്തു വെക്കണം. ഷോർട്ട് സമ്മർ അല്ലെ, ഷോർട്ട് സമ്മർ ആൻഡ് ലോങ് വിന്റർ. ഷോർട്ട് സമ്മറും ലോങ് വിന്ററുമാണ് ഇവിടെ കാണപ്പെടുന്നത്. അത് മാത്രമല്ല ഇവിടെ നമുക്ക് ഒരു 30 ഡിഗ്രി മുതൽ ഒരു 40 ഡിഗ്രി വരെയൊക്കെ ഇടയിലാണ് ഇതിന്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയാണ് ഇതിന്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. 2 ഹെമിസ്ഫിയേഴ്സിലുമായിട്ട് ഇത് കാണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അവിടുത്തെ ആളുകൾ സ്വാഭാവികമായിട്ടും ചില കൾട്ടിവേഷൻ പ്രാക്ടീസസ് ഒക്കെ നടത്തുന്നുണ്ട്. എന്നാൽ പോലും പ്രധാനമായിട്ടും എന്താണ് അവിടുത്തെ രീതി? എന്താണ് അവിടെ? സ്വാഭാവികമായിട്ടും അവിടെ ആളുകൾ ഷെഫേർഡ്സ് ആണ് അല്ലെ. അവിടുത്തെ ആളുകൾ എന്താണ്? ഷെഫേർഡ്സ് ആണ്, അല്ലെങ്കിൽ ഇടയന്മാരാണ് അല്ലെ. ഇടയ ജീവിതം നയിക്കുന്ന ആളുകളാണ് അവിടുത്തെ ആളുകൾ. അവിടുത്തെ പ്രധാനപ്പെട്ട ജോലി അതാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. സോ ഇതാണ് ഈ 6ാമത്തെ മേഖലയായ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സിനെ കുറിച്ച്, മിതോഷ്ണ പുൽമേടുകളെ കുറിച്ച് പറയാനുള്ളത്. സോ ദ നെക്സ്റ്റ് one is the taiga region അല്ലെ. നെക്സ്റ്റ് വൺ ഇസ് ദി ടൈഗ റീജിയൻ. നമുക്ക് നോക്കാം ടൈഗ റീജിയൻ എന്താണെന്ന് നോക്കാം. ടൈഗ റീജിയൻ നമ്മൾ ഇന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ടൈഗ റീജിയൻ അല്ലെങ്കിൽ ടൈഗേ മേഖല അല്ലെ. ടൈഗേ മേഖല എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ മേഖലയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു 55 ഡിഗ്രി മുതൽ ഒരു 70 ഡിഗ്രി വരെയൊക്കെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രം കാണപ്പെടുന്ന ഒരു മേഖലയാണ് ടൈഗേ മേഖല എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷോർട്ട് ആയിട്ടുള്ള എന്താണ്? ഷോർട്ട് ആയിട്ടുള്ള സമ്മറാണ്. എന്നാൽ ലോങ് ആയിട്ടുള്ള എന്താണ്? ലോങ് ആൻഡ് കൂളസ്റ്റ് ആയിട്ടുള്ള വളരെ കോൾഡ് ആയിട്ടുള്ള എന്താണ്? വിന്റർ ആണ്, അല്ലെങ്കിൽ ശൈത്യമാണ് അല്ലെ. ശൈത്യമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. ആൻഡ് ഇവിടെ വലിയ എന്താണ് പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ കൂടി അവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? അത് എന്താണ്? ഈ പറഞ്ഞ പോലെ തന്നെ വുഡ് ഇൻഡസ്ട്രി അതുപോലെ തന്നെ മറ്റ് പല ഇൻഡസ്ട്രീസ് ആണ് അവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട തൊഴിൽ മേഖല എന്നുള്ളത്. സോ ടൈഗ ലാൻഡ് ആണ് ലാസ്റ്റത്തെ ഒരു ലാൻഡ് എന്ന് പറയുന്നത്. സോ ഇതാണ് തൊട്ട് മുമ്പുള്ള ഒരു ലാൻഡ് റീജിയൻ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ ടെൻഡ്ര റീജിയൻ ഇസ് ദ ഫൈനൽ വൺ. ടെൻഡ്ര റീജിയൻ എന്ന് പറഞ്ഞാൽ നോർത്ത് ആർട്ടിക് സർക്കിളിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന, അലാസ്കയുടെ ഒക്കെ നോർത്തിലുള്ള
ഒരു ആർട്ടിക് സർക്കിളിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ലൊക്കേഷനാണ്. എക്സ്ട്രീംലി കോൾഡ് ലൊക്കേഷൻ ആണ് എന്ന് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ അവിടുത്തെ -°C ആണെന്ന് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ ഇവിടെ എന്താണ് പറയുക, ആളുകളുടെ ജോലി, പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വാഭാവികമായിട്ടും മിനിമൽ ഹ്യൂമൻ ആക്ടിവിറ്റിയാണ് അവിടെ ഉള്ളത്. എങ്കിൽ പോലും അവിടെ ചില നിലയിലുള്ള ചെറിയ ചില കൾട്ടിവേഷനും കാര്യങ്ങളും ഒക്കെ അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. ചില കൾട്ടിവേഷനും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു. അവിടെ ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ ഇന്റർവെൻഷൻ മാത്രമല്ല, അവിടെ ആളുകൾ എന്താണ്, ഒരു സെമി നൊമാഡ്സ് ആണ് അവിടുത്തെ ആളുകൾ എന്നുള്ളത് കൂടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓർത്ത് വെക്കുക. സോ ഇതാണ് ഈ 8 ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് റീജൻസിനെ കുറിച്ച്, കാലാവസ്ഥാ മേഖലയെ കുറിച്ച് ജസ്റ്റ് സമ്മപ്പ് ചെയ്ത് പറയാനുള്ളത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതെല്ലാവർക്കും ഈ ഒരു സമ്മപ്പോട് കൂടി ഇതിനകത്ത് നല്ല ക്ലാരിറ്റി വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്, നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. സോ നന്നായിട്ട് ഇതൊന്നുകൂടി മനസ്സിലാക്കുക, നന്നായിട്ട് മാപ്പൊക്കെ വെച്ച് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. സോ ഫോർ ദ ടൈം ബീങ് ലെറ്റ് മീ കൺക്ലൂഡ് ഫോർ ടുഡേ. ആൻഡ് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ആൻഡ് താങ്ക് യു എവരിവൺ.